എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ദർശനവും വിമർശനം എന്ന് പറയുന്ന ഈ പരിപാടി 8 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇത് 9ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നാഗങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട എപ്രകാരമാണ് നാഗങ്ങൾ ജനിച്ചത്, അവരുടെ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. പ്രജാപതി ദക്ഷൻ, പ്രസൂതി മാതാവ്, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള പ്രസൂതി മാതാവ്, ഇവർക്ക് പെൺകുട്ടികളാണ്. അതിൽ രോഹിണി, രേവതി, ചന്ദ്രൻ്റെ ഭാര്യമാരായിട്ടുള്ള രോഹിണിയും രേവതിയും, അതുപോലെ തന്നെ സതീദേവി, ഭഗവാൻ പരമശിവൻ്റെ പത്നിയായ പരാശക്തിയുടെ തന്നെ വേറൊരു ജന്മമാണ് സതീദേവിയായി ജന്മമെടുക്കുന്നത്. കൂടാതെ കദ്രുവും വിനതയും, കദ്രുവിനെയും വിനതയെയും വിവാഹം കഴിച്ചിരിക്കുന്നത് കശ്യപ മഹർഷിയാണ്. നമുക്കറിയാം, സപ്തർഷിയിലുള്ള ഒരാളാണ്. ഈ കശ്യപ മഹർഷിയുടെയും കദ്രുവിൻ്റെയും വിനതയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പത്നിമാരുടെ അർപ്പണബോധവും വിശ്വാസവുമെല്ലാം അതിനകത്ത് അദ്ദേഹം സന്തോഷിക്കുകയും അതുവഴി തൻ്റെ പത്നിമാരോട് വരം ആവശ്യപ്പെടാൻ, അവർ ചോദിക്കുന്ന വരം എന്താണോ അത് നൽകാൻ തയ്യാറാണെന്ന് കശ്യപ മഹർഷി പറയുകയും ഇപ്പോൾ 2 ഭാര്യമാരും വരം ആവശ്യപ്പെടുക. കദ്രു ആവശ്യപ്പെടുന്ന വരം എനിക്ക് 1000 സന്താനങ്ങൾ വേണമെന്നാണ്. 1000 സന്താനങ്ങൾ എനിക്ക് പിറക്കണം. വിനതയോട് ചോദിക്കുമ്പോൾ വിനത ആവശ്യപ്പെടുന്നത് എനിക്ക് 1000 സന്താനങ്ങളൊന്നും വേണ്ട, എനിക്ക് 2 സന്താനങ്ങൾ, ബുദ്ധിയും വൈഭവവും ജ്ഞാനവുമുള്ള ശക്തിയുമുള്ള 2 സന്താനങ്ങൾ എനിക്ക് വേണമെന്നും പറയുന്നു. ഇതനുസരിച്ച് കശ്യപ മഹർഷി അവർക്ക് വരം കൊടുക്കുന്നു. അതിനുശേഷം കദ്രുവും വിനതയും ഗർഭിണിയാകുമ്പോൾ അവർ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഇവർ മുട്ടകൾക്കാണ് ജന്മം കൊടുക്കുന്നത്. മുട്ടകളാണ് ഇവർ പ്രസവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതി അനുസരിച്ച് ഇതുപോലുള്ള മുട്ടകൾ പ്രസവിക്കുമ്പോൾ, കാരണം ഇത് നിയോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മളുടെ യുക്തിക്കും അപ്പുറത്തേക്കാണ്. ഈ മുട്ടകളെ ഗർഭഗൃഹത്തിൽ, അതായത് കുടത്തിലാക്കി ആ മുട്ടകൾ വിരിയാൻ വേണ്ടി കാത്തിരിക്കുക. അതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കണമെന്നാണ്. അങ്ങനെ കാത്തിരുന്നു. കദ്രുവിൻ്റെ ഈ 1000 മുട്ടകളും വിരിഞ്ഞു. ഈ 1000 മുട്ടകൾ വിരിഞ്ഞ് അതിൽ നിന്നും ജന്മമെടുക്കുന്നത് നാഗങ്ങളാണ്, 1000 സർപ്പങ്ങളാണ്. കദ്രുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയൊരു സൈന്യത്തിന് ഉടമയായിരിക്കുകയാണ് കദ്രു. അതിൽ സന്തോഷവതിയാണ്. വിശ്വം മുഴുവൻ കീഴടക്കാൻ പാകത്തിലുള്ള സന്താനങ്ങളെ കിട്ടി എന്ന ആ ഒരു സന്തോഷത്തിലാണ്. കദ്രുവിൻ്റെ സന്താനങ്ങൾ ജന്മമെടുത്തതുകൊണ്ട് വിനതയ്ക്കും ആദിയായി. വിനതയുടെ മുട്ട വിരിഞ്ഞിട്ടുമില്ല. വിനത വളരെയധികം ഉത്കണ്ഠാകുലയായി മാറുന്നു. ഒരു ദിവസം വിനത ഒരു കുടത്തിൽ നിന്നും താൻ അതിനകത്ത് വെച്ചിട്ടുള്ള മുട്ടകൾ, അതിലൊരു മുട്ട വിനത പൊട്ടിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അരക്ക് മേൽപോട്ട് പൂർണ്ണ വളർച്ച എത്തിയതും അരക്ക് കീഴ്പോട്ടും രക്തം കൊണ്ടുള്ള മാംസവുമായിട്ടാണ് ജന്മമെടുത്തത്. അപ്പോൾ വിനതയുടെ കുട്ടിയുടെ ആ ജന്മം എടുത്തതോടുകൂടി അത് ആകാശത്തേക്ക് ഉയരുന്നതോടൊപ്പം അത് പറയുന്നുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട മാതാവ്, ഇത്രയും അക്ഷമ അവിടുന്ന് കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോൾ അപൂർണനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തോടൊപ്പം ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവാണെന്നും പറഞ്ഞ് പോവാണ്. ആ കുട്ടിയാണ് സൂര്യഭഗവാന്റെ തേരാളിയായിട്ടുള്ള അരുണൻ എന്ന് പറയുന്ന കഥാപാത്രം. സ്വാഭാവികമായും ഇതിങ്ങനെ സംഭവിച്ചതിന് ശേഷം വിനത വീണ്ടും കാത്തിരിക്കുന്നു. 2ാമത്തെ മുട്ട വിരിയുക. 2ാമത്തെ മുട്ട വിരിയുന്ന സമയത്ത് ഒരു പക്ഷിയാണ് അതിൽ നിന്ന് ജന്മമെടുക്കുന്നത്. പക്ഷേ പക്ഷി അതിൽ നിന്നും ജന്മമെടുത്തതോടുകൂടി അല്പം കൂടി കഴിഞ്ഞപ്പോൾ അതൊരു ഭീമാകാരമായ രൂപമായി മാറി.
അതായത് ആകാശ ലോകങ്ങൾ കാണാൻ കഴിയാത്ത വിധം ആ പക്ഷിയുടെ ചിറക് വിരിച്ച് നിൽക്കുമ്പോൾ ആകാശ ലോകങ്ങൾ പോലും കാണാൻ കഴിയാത്ത വിധം ഭീമാകാരമായ അവസ്ഥയിൽ ഗരുഡനാണ്. ഈ ഒരു സന്താനത്തിലെ ലഭിച്ചതിൽ വിനതയ്ക്കും സന്തോഷമുണ്ട്. ഗരുഡൻ പറന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവരുടെ ഈ ജന്മം നടന്നതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് കദ്രുവും വിനതയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. അവരുടെ വിഷയം ഈ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് പാലാഴി മഥനത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന ഒരു കുതിരയെ സംബന്ധിച്ചായി രണ്ടുപേരുടെയും സംസാരം. അപ്പോൾ ആ കുതിരയുടെ സൗന്ദര്യം രണ്ടുപേരും വർണ്ണിക്കുന്നു. ആ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ആ വർണ്ണനയിൽ തന്നെ രണ്ടുപേരും ഒരൊറ്റ കാര്യത്തിൽ തർക്ക വിഷയം തുടങ്ങി. തർക്ക വിഷയം ഇതാണ്: ഉച്ചൈസ്രവസ് പാലിൻ്റെ നിറമാണെന്ന് വിനത അവകാശപ്പെടുന്നു. അതിൻ്റെ ശരീരത്തിൽ എവിടെയും ഒരു തരത്തിലുമുള്ള ഒരു പാടോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല എന്ന് അവകാശപ്പെടുന്നു. കദ്രു പറയുന്നു ഉച്ചൈസ്രവസിൻ്റെ വാലിലൊരു കറുത്ത പുള്ളി ഉണ്ടെന്ന് കദ്രു അവകാശപ്പെടുന്നു. വിനത അത് സമ്മതിക്കുന്നില്ല. കാരണം ധാരാളം തവണ ഇവർ കണ്ടിട്ടുള്ളത്. അതിപ്പോഴും അത് എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും പാൽക്കടൽ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉച്ചൈസ്രവസിനെ കാണാനും കഴിയും. അപ്പൊ കദ്രുവിന്റെ വാദം അതിന്റെ വാലിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്. വിനതയുടെ വാദം അത് പൂർണ്ണമായും വെളുത്ത നിറമാണ്, പാലിന്റെ നിറമാണ്. ഇവർ തമ്മിൽ തർക്കം പന്തയത്തിലെത്തി നിൽക്കുക. പന്തയം എന്താണ്? ഈ വിഷയത്തിൽ പരാജയപ്പെടുന്നത് ആരാണോ അവർ വിജയിച്ചവരുടെ ദാസിയായി മാറണം. ഇതാണ് പന്തയം. ആ പന്തയം അവർ പരസ്പരം സമ്മതിക്കുകയും ചെയ്തു. ഇതിനുശേഷം വിനതയെ സംബന്ധിച്ചിടത്തോളം വിനത 100% വിശ്വാസത്തിലിരിക്കുകയാണ്. കാരണം വിനതയുടെ വാദം ശരിയാണെന്നുള്ളത്. അതിനകത്ത് ഈ പറയപ്പെടുന്ന കറുത്ത പുള്ളിയും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് വിനതയ്ക്ക് ഉത്തമ വിശ്വാസമാണ്. കദ്രുവിന് ചെറിയൊരു ഭയമുണ്ട്. കാരണം സംസാരിച്ചിരിക്കെ ഒരു വാശി കയറി അങ്ങനെ ഒരു പന്തയത്തിൽ ഏർപ്പെട്ടത്. കദ്രു ആലോചിച്ചുകൊണ്ട് കദ്രു തൻ്റെ സന്താനങ്ങളെ വിളിച്ചിട്ട് കുറച്ച് പേരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ നാളെ രാവിലെ നിങ്ങളിൽ കുറച്ചു പേര് ഉച്ചൈസ്രവസിന്റെ വാലിൽ, വളരെ ചെറിയ രൂപം പ്രാപിച്ച് ഉച്ചൈസ്രവസിന്റെ വാലിൽ നിങ്ങൾ ചെന്നിരിക്കണം. സ്വാഭാവികമായിട്ട് സന്താനങ്ങൾ ചോദിച്ചു, അത് എന്തുകൊണ്ടാണ് മാതാവ്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ കദ്രു സംഭവം പറയാണ്, വിനതയുമായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു പന്തയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ സന്താനങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. മാതാവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടത് പുത്രന്മാരുടെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഈ ഒരു അധർമ്മം പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സന്താനങ്ങൾ പറയും. ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ സന്താനങ്ങൾ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ കദ്രു സന്താനങ്ങളെ ശപിക്കുകയാണ്. മാതാവിന്റെ കൽപ്പന ലംഘിച്ച നിങ്ങൾ അഗ്നിയിലെറിയപ്പെടും, നിങ്ങൾ അഗ്നിയിൽപ്പെട്ട് ദഹിച്ചു പോകും എന്ന് പറയും. ഈ ശാപം ഈ കുറച്ച് സന്താനങ്ങൾക്ക് കിട്ടിയപ്പോൾ മറ്റുള്ള സന്താനങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഭയമായി. അവരുടൻ തന്നെ മാതാവിന്റെ ആജ്ഞ സ്വീകരിക്കാൻ അവർ തയ്യാറായി. ഇവര് ഈ ഒരു സംഭവം നടന്നത് കശ്യപ മഹർഷി അറിയുന്നു. അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നുന്നു. കാരണം സന്താനങ്ങൾക്ക് മാതാവ് ശാപം കൊടുത്തിരിക്കുന്നു. കശ്യപ മഹർഷി ഈ ഒരു പ്രയാസം, ഈ ഒരു വിഷമം ബ്രഹ്മാവിനെ കണ്ട് അദ്ദേഹത്തോട് പറയുന്നു. ബ്രഹ്മാവ് അപ്പോൾ അതിനകത്തൊരു പരിഹാരം നിർദ്ദേശിക്കുന്നു. അതിന് ഈ നാഗങ്ങൾ അഗ്നിയിലേക്ക് എറിയപ്പെടണമെങ്കിൽ അത് അത്തരമൊരു ശാപം അവർക്ക് ഉണ്ടാവാനുള്ള കാരണം നാഗങ്ങളിൽ വിഷാംശമുള്ളത് കൊണ്ടാണ്. അവർ ദംശിക്കുമ്പോൾ വിഷം തീണ്ടും. അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് ശത്രുതയുണ്ടാവും. അവരെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമങ്ങളും നടക്കും. അതുവഴിയാണ് ഇവർ ഈ അഗ്നിയിലേക്ക് പ്രവേശിക്കാനുള്ള, അല്ലെങ്കിൽ അഗ്നിയിൽ ദഹിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്കത് മഹാഭാരത കഥയിൽ തന്നെ നമുക്ക് ധാരാളം സംഭവങ്ങളിൽ നമുക്കത് അറിയാവുന്നതാണ്. ഉത്തങ്കന്റെ സംഭവം പറഞ്ഞു. അഗ്നിയിൽ പിന്നെ ഇതുപോലെ ഒരു അശ്വത്തിന്റെ ഗുദത്തിന്റെ ഭാഗത്ത് വൃഷ്ടത്തിന്റെ ഭാഗത്ത് അദ്ദേഹം ഊതുകയും അഗ്നി പടർന്ന് പിടിക്കുകയും അതിൽ നിന്ന് പുകച്ചു പുറത്തേക്ക് അടിക്കുന്ന സംഭവമായിരുന്നു.
അതുകൂടാതെ ഖാണ്ഡവപ്രസ്ഥത്തില് പിന്നെ ഈ പാണ്ഡവർ വരുന്ന സമയത്തും അഗ്നിയാലാണ് ആ കാടിനെ ഈ പറയപ്പെടുന്ന തക്ഷകനും ഉള്ള ആ കാടിനെ ഇതുപോലെ തന്നെയാണ് ഈ അഗ്നി കൊണ്ട് ദഹിപ്പിക്കുന്നത് അർജുനൻ. അപ്പോ കൂടാതെ ജനമേജയന്റെ നാഗങ്ങളെ അഗ്നിയിൽ ദഹിപ്പിക്കാനുള്ള യജ്ഞമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ വരാനിരിക്കുന്നു. അപ്പൊ ഇതിൽ പ്രധാനം എന്താണ്? ഇതിൽ വിഷമുണ്ട് എന്നുള്ള കാരണത്താലാണ്. അപ്പൊ ഇവരുടെ വിഷാംശത്തെ ഇറക്കാൻ വേണ്ടിയിട്ട്, വിഷം അങ്ങനെ തീണ്ടിക്കഴിഞ്ഞാൽ ആ വിഷത്തെ നിർവീര്യമാക്കാൻ ഞാനൊരു മന്ത്രം അങ്ങേക്ക് വരമായി നൽകാമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കശ്യപ മഹർഷിക്ക് ഒരു വരം സമ്മാനിക്കും. അതൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പോൾ ഉച്ചൈസ്രവസിന്റെ രാവിലെയുള്ള സമയം, ഉച്ചൈസ്രവസിന്റെ പന്തയം നടന്നിരിക്കുകയാണല്ലോ. പിറ്റേ ദിവസം രാവിലെ ഉച്ചൈസ്രവസിന്റെ കാണാൻ വേണ്ടി കദ്രുവും വിനതയും കൂടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കദ്രുവിന്റെ അവകാശവാദം ശരിയാണ് എന്ന് തെളിയുന്നു. വാലിന്റെ ഭാഗത്തൊരു കറുത്ത പുള്ളി കാണുന്നുണ്ട്. വിനതയുടെ ഭാഗം പരാജയപ്പെട്ടു. സ്വാഭാവികമായും വിനത കദ്രുവിന്റെ ദാസിയായി മാറും. ഇതാണ് കഥ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഉച്ചൈസ്രവസ് പാലാഴി മഥനത്തിൽ കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ ഈ കഥകളൊക്കെ പറയുന്നത് ഉഗ്രസ്രവസ് എന്ന് പറയുന്ന ഒരു സൂതൻ ശവനകാദി മുനിമാർക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം. നമ്മളത് വിട്ടുപോകരുത്. അപ്പൊ ശവനകാദി മുനിമാർ പറയുന്നുണ്ട്, ആ പാലാഴി മഥനത്തിന്റെ കഥയൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പാലാഴി മഥനത്തിന്റെ കഥയിലേക്കാണ് പിന്നെ വരുന്നത്. അപ്പൊ പാലാഴി മഥനത്തിന്റെ കഥയ്ക്ക് ഉപോത്ബലകമായിട്ട് അതിന് തൊട്ടു മുൻപ് നടക്കുന്ന ഒരു സംഭവമാണ്. അത് മഹാമേരു പർവ്വതത്തിൽ പാലാഴി മഥനത്തിലേക്ക് വരുന്നതിന് മുൻപ് അപ്പോൾ സ്വാഭാവികമായും കദ്രുവിന്റെ ദാസിയായി വിനത മാറി. ഇതിനുശേഷം മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഗരുഡൻ വരികയാണ്. ഗരുഡൻ വന്ന് മാതാവിനെ ദർശിക്കുന്ന സമയത്ത് കദ്രു ഗരുഡനോട് കദ്രുവിനെയും കദ്രുവിന്റെ സന്താനങ്ങളെയും ഒരു കടലിന്റെ ദ്വീപിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അതൊരു ആജ്ഞയോടുകൂടിയാണ് പറയുന്നത്. ഗരുഡനൊരു ആജ്ഞയായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഗരുഡൻ ഒന്ന് ശങ്കിച്ചു നിന്നെങ്കിലും വിനത പറഞ്ഞു, അത് ശരിയാണ്, നീ അവരെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നു പറയും. ഗരുഡൻ മാതാവ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് കദ്രുവിനെയും കദ്രുവിന്റെ സന്താനങ്ങളെയും എടുത്ത് ഈ കടലിലെ ദ്വീപിൽ കൊണ്ടുപോകും. അവിടുന്ന് കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം കദ്രു അടുത്ത ദ്വീപിലേക്ക് പോകുന്ന കാര്യം കദ്രു വീണ്ടും ആജ്ഞ പുറപ്പെടുവിക്കും. ഇത് ഈ ആജ്ഞ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഇവരുടെ ആജ്ഞാനുവർത്തിയല്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ ആജ്ഞയായിട്ട് പറയുന്നത്? ഇത് മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, ഞാനിപ്പോൾ കദ്രുവിന്റെ ദാസിയാണ്. എന്താണ്? അപ്പൊ കാരണങ്ങൾ പറഞ്ഞു. ദാസിയാവാനുണ്ടായ സാഹചര്യം ഇന്നതാണ്. ഉച്ചൈസ്രവസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഗരുഡൻ കദ്രുവിനോട് ചോദിക്കണം, എൻ്റെ മാതാവിനെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? അതിന് കദ്രു വെക്കുന്നൊരു ഡിമാൻഡ്, സ്വർഗലോകത്ത് ചെന്ന് ഞങ്ങൾക്ക് അമൃത് കൊണ്ടുവരണം. ഇതാണ് കദ്രു വെക്കുന്ന ഡിമാൻഡ്. ഗരുഡനെ സംബന്ധിച്ചിടത്തോളം ഗരുഡന് അത് വലിയ പ്രശ്നമുള്ള സാധനമല്ല, പ്രശ്നമുള്ള കാര്യമല്ല, സാധ്യമാണ്. ഗരുഡനുടൻ തന്നെ സ്വർഗലോകത്തേക്ക് പോകുന്നു. ഇന്ദ്രനുമായിട്ട് ഘോര യുദ്ധം നടക്കുന്നു. അവിടെ നിന്നും അമൃതെടുക്കുന്ന സമയത്ത് ഇന്ദ്രനുമായിട്ട് സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ദ്രനോട് പറയുന്നുണ്ട്, എൻ്റെ മാതാവിനെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കണമെങ്കിൽ എനിക്കിത് കൊടുത്തേ പറ്റൂ. ഇത് ഞാനിവിടെ നിന്ന് കൊണ്ടുപോവാണ്, ഞാനിത് അവർക്ക് കൊടുക്കും. ഇത് ഇന്ദ്രന് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രന് സാധ്യമാണ്, ഇന്ദ്രന് തിരിച്ചെടുക്കാം. ഞാനിത് അവിടെ കൊണ്ടുകൊടുത്താൽ എൻ്റെ ബാധ്യത തീർന്നു, എൻ്റെ മാതാവ് ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കപ്പെടും. ഇത് തിരിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യത, നിങ്ങൾ തിരിച്ചെടുത്തോളൂ. ഇന്ദ്രനെ ഗരുഡനെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നതിന്റെ കാരണം അതും മറ്റൊരു പ്രശ്നമാണ്. ഇന്ദ്രന്റെ അടുക്കലേക്ക് ഗരുഡൻ വന്ന് പ്രശ്നങ്ങൾ യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് ഇന്ദ്രൻ ചോദിക്കണം, എന്താണ് ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി പറയണ, താങ്കളാണ് ഇതിന് കാരണമെന്ന് പറയാം. അപ്പൊ ഇന്ദ്രൻ തന്നെയാണ് അതിന് കാരണം. കാരണം എന്താണ്? ഇങ്ങനെയൊരു ആക്രമണം നടക്കാൻ സാധ്യത, അതിന് കാരണക്കാരനായിട്ടുള്ള ആൾ ഇന്ദ്രൻ തന്നെയാണ്. മിക്കവാറും പ്രശ്നങ്ങളിൽ
മിക്കവാറും പ്രശ്നങ്ങളിൽ ഇന്ദ്രനാണ് മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ദ്രനാണ്. ഓരോ സംഭവവികാസങ്ങൾക്കുമുള്ള സാഹചര്യം ഒരുക്കുന്നയാൾ ഇന്ദ്രനാണ്. അത്ര പ്രശ്നക്കാരനാണെന്ന് ചുരുക്കുക. കാരണം നമ്മുടെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ഈ അധികാര കസേര എന്ന് പറയുന്ന ആ ഒരു സാധനം ഒരു തരത്തിലും ആസനം ഇരിപ്പുറക്കാത്ത ഒരു കസേരയിലാണ് ഇന്ദ്രൻ ഇരിക്കുന്നത്, സ്വർഗം. കാരണം ആര് തപസ്സനുഷ്ഠിച്ച് വരം നേടിയാലും അവർക്ക് ആദ്യം ആക്രമിക്കേണ്ടി വരിക, അവർ ആദ്യം ആക്രമിക്കാൻ പ്ലാൻ ഇടുന്നത് സ്വർഗലോകം. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഇരിപ്പുറക്കാറ്. അപ്പൊ ഇന്ദ്രദേവന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഇന്ദ്രദേവനാലാണ് ഓരോ സംഭവങ്ങളും ഓരോ സംഭവവികാസങ്ങളും സൃഷ്ടിക്കപ്പെടുക. കൂടുതലും അധികവും ഇന്ദ്രദേവനാലാണ്. അപ്പൊ ഇതിനുള്ള കാരണവും ഇന്ദ്രദേവൻ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ കഥ എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഗരുഡൻ ഇന്ദ്രനേക്കാൾ 6 ഇരട്ടി ശക്തിയുണ്ട്. ആർക്ക്? ഗരുഡന്. ഈ 6 ഇരട്ടി ശക്തി ഉണ്ടാവാൻ കാരണം ഇന്ദ്രൻ ഒരു വിഭാഗം ആളുകളെ പരിഹസിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഇന്ദ്രനേക്കാൾ 6 ഇരട്ടി ശക്തിയുള്ള മറ്റൊരു ഇന്ദ്രനെ ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനാൽ പരിഹാസപാത്രമായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവരുടെ അവരുടെ പ്രതിജ്ഞയാണ്, അവരുടെ വരപ്രസാദമാണ് ഗരുഡൻ. അങ്ങനെയാണ് ഗരുഡൻ കശ്യപ മഹർഷിക്ക് ജനിക്കുന്നത്. ഗരുഡൻ അവിടെ നിന്നും അമൃതെടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് ഗരുഡന്റെ മാതാവിനെ അതിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇതാണ് നാഗങ്ങൾ ഉണ്ടായിട്ടുള്ള കഥയിലേക്ക് വരുന്നത്. പക്ഷെ ഈ കഥയിലേക്ക് വീണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്നത് പാലാഴി മദനത്തിലേക്കാണ്. സ്വാഭാവികമായിട്ടും പാലാഴി മദനത്തിൻ്റെ ഈ കഥ ചോദിക്കുന്ന സമയത്ത് ഈ ചോദിക്കാനുണ്ടായ കാരണം ഗരുഡൻ ഈ അമൃത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഗരുഡൻ അത് അമൃതെടുക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുൻപുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. മാതാവിനോട് ചോദിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാനിങ്ങനെ അമൃതെടുക്കാൻ വേണ്ടി പോവാണ്, വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ നിനക്ക് കഴിക്കാൻ പാകത്തുള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇന്ന സ്ഥലത്ത് ഇന്ന ദ്വീപിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാട്ടിൽ കുറച്ച് നിഷാദന്മാരുണ്ട്, നിനക്ക് അവരെ ഭക്ഷിക്കാം എന്ന് പറയുന്നതാണ്. അവിടെ ചെന്ന് നിഷാദന്മാരെ ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ വിപ്രന്മാരുണ്ടാവും. വിപ്രന്മാർ മീൻസ് ബ്രാഹ്മണരുണ്ടാവും. അവരെ ഭക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭക്ഷിക്കുന്ന സമയത്ത് നിനക്ക് വല്ലാതെ അകത്ത് ചൂട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വിപ്രനാണെന്ന് മനസ്സിലാക്കണം. അവരെ നീ ഭക്ഷിക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം പിതാവിനോട് ചോദിക്കുന്നു. പിതാവ് ആ സമയത്ത് 2 പേരെ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന സ്ഥലത്ത് 2 പേരുണ്ട്. അത് ഒന്ന് ആമയും ഒന്ന് ഒരു ആനയുമാണ്. 2 പേരും ഭീമാകാരമായിട്ടുള്ള അവസ്ഥയിലാണ്. 2 പേരും സഹോദരങ്ങളായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ശപിച്ചുകൊണ്ടാണ് ആമയും ആനയുമായി മാറിയത്. അതുകൊണ്ട് ആ ഭീമാകാരമായിട്ടുള്ള ആ 2 പേരെയും നിനക്ക് ഭക്ഷണമാക്കാന്ന് ഗരുഡനോട് പറയുന്നു. ഗരുഡൻ ഇവരെ 2 പേരെയും ആമയെയും ആനയെയും ഗരുഡൻ എടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു വൃക്ഷം കാണുന്നു. ആ വൃക്ഷത്തിന്റെ ഈ ശിഖരത്തിൽ കയറി നിൽക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ ശിഖരം ഗരുഡനെയും ആമയെയും ആനയെയും താങ്ങാൻ കഴിയാതെ ആ ശിഖരം വിട്ടുപോകാൻ നോക്കുമ്പോൾ ആ ശിഖരത്തിലാണെന്നുണ്ടെങ്കിൽ ബാലകന്യന്മാരെന്ന് പറയുന്ന വളരെ ഈ പെരുവിരലിൻ്റെ അത്ര പോലും ഇല്ലാത്ത താപസന്മാര് തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. തല കീഴ്ക്കാൻ തൂക്കൊക്കെ ഇട്ടിട്ട് തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. വളരെ പവർഫുള്ളായിട്ടുള്ള വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെയും സംരക്ഷിക്കുന്നു, ആ കൊമ്പിനെ സംരക്ഷിക്കുന്നു. ബാലകില്യന്മാർ വഴി ഈ കശ്യപ മഹർഷിക്ക് ബാലകില്യന്മാർ ഈ യാഗം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പൂജ നടത്തുന്ന സമയത്ത് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ദ്രദേവൻ ബാലകില്യന്മാരെ പരിഹസിക്കുന്നത്. കാരണം അശ്വപഥം എന്ന് പറയുന്ന കുതിരകളുടെ കുളമ്പ് കൊണ്ടിട്ടുള്ള ആ ഭാഗത്ത് കുഴിഞ്ഞിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ ഭാഗത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം നിറയും. ആ വെള്ളത്തിലേക്ക് വീണിട്ട് അവിടുന്ന് ഈ പെരുവിരലിനേക്കാൾ ചെറുതല്ലേ ബാലകല്യന്മാർ അതിൽ വീണിട്ട് അതിൽ നിന്ന് നീന്തി കയറുമ്പോഴൊക്കെ ഇന്ദ്രൻ അവരെ പരിഹസിക്കുന്നുണ്ട്. ആ പരിഹാസം കേട്ടിട്ട് ഈ ബാലകല്യന്മാർ അവരവരുടെ തപസ്സിൻ്റെ
ശക്തി കൊണ്ട് അവർ ഇന്ദ്രനോട് പറയുന്നത്, നിന്നേക്കാൾ 6 ഇരട്ടി ശക്തിയുള്ള മറ്റൊരു ഇന്ദ്രനെ ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ കശ്യപ മഹർഷി പിന്നെ ബാലകല്യന്മാരെ തടയുകയാണ്. അങ്ങനെ ബാലകല്യന്മാരെ അത് കശ്യപ മഹർഷിക്ക് കൊടുക്കുകയാണ്. ആ വരം താങ്കൾക്ക് ജനിക്കുന്ന താങ്കൾക്ക് ഒരു പിന്നെ സന്താനമുണ്ടാവും, ആ സന്താനത്തിന് ഇന്ദ്രനേക്കാൾ 6 ഇരട്ടി ശക്തി ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെയാണ് ഗരുഡൻ ജനിക്കുന്നത്. ഇതെവിടെയൊക്കെ കറങ്ങി വരുന്നു എന്ന് നോക്കണം ഒരു കഥ. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തതാണ്, കാരണം സമയം നമ്മുടെ ദീർഘിച്ചു പോകണം. അപ്പോൾ ഇനിയും വളരെ സുന്ദരമായിട്ടുള്ള കഥകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട്. വിശദീകരണം നൽകുന്നതിനൊക്കെ ചിലപ്പോൾ ചില ഭാഗങ്ങൾ വിശദീകരണങ്ങളൊന്നും നൽകാൻ കഴിയില്ല. എന്തായാലും ആ വിശദീകരണങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കുന്നത് ഹസ്തിനപുരിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ നമുക്ക് തീർച്ചയായും നമുക്ക് കൃത്യമായ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ജനനവും മരണത്തിനും ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കുക, എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ മഹാഭാരതം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരം വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഹസ്തിനപുരയിൽ എത്തുന്ന സമയത്ത് പറയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ 9ാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഏതാണ്ട് ഇപ്പോൾ പിന്നെ സമയമായി 21 മിനിറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.